ഞാൻ ആദ്യം വിചാരിച്ചു ഇനിയിപ്പോൾ സ്ത്രീകളാണല്ലോ ഭരിക്കുന്നത്, അപ്പോൾ ഇനി എന്തായാലും കയറാം. അവിടെ ഇത്രയും പ്രോബ്ലം ആകുമ്പോൾ അവിടെ കയറാനായിട്ട് ഇതിലും നല്ലത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പറയല്ലേ. ഇപ്പോൾ അമ്മയിൽ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? മോശം. സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ആവശ്യമാണോ? നല്ലതല്ലേ, ആവശ്യമല്ലേ. അത് നമ്മളൊക്കെ ഒരുപാട് ടാക്സ് ഒക്കെ അടിക്കണല്ലേ, അപ്പൊ പിന്നെ എന്താ പ്രശ്നം? ഇങ്ങനെ ഓഫർ വന്നാൽ സ്വീകരിക്കുമോ? എല്ലാം പ്രാവശ്യം നമുക്ക് എല്ലാ ആർട്ടിസ്റ്റിനും ഇങ്ങനെയൊക്കെ വരും, നമ്മൾ എടുക്കാതിരിക്കണതാ. അവിടെ പോയിട്ട് എങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ എനിക്കറിഞ്ഞൂടാ. എനിക്ക് അത്രയും ക്രൂക്കഡ് മൈൻഡും ഗെയിം മൈൻഡും ഒന്നും ഇല്ല. സർക്കാരിന്റെ ഈ സൗജന്യ യാത്രയുണ്ടോ സ്ത്രീകളുടെ? അങ്ങനെ ഒരു ഇത് പിങ്ക് ബസ്സക്കാർക്കെന്ന് പറഞ്ഞില്ലേ, അതെന്തായെന്ന് എനിക്ക് അറിയത്തില്ല. സ്ത്രീകൾക്ക് പൂർണ്ണമായി സൗജന്യമായിട്ട് 15-ാം തീയതി മുതൽ ജൂൺ പിങ്ക് ബസ് ഒന്നും ഇല്ല, അതിനെപ്പറ്റി അറിയില്ല. ഫ്രീ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ആവശ്യമാണോ? നല്ലതല്ലേ, ആവശ്യമല്ലേ. അത് നമ്മളൊക്കെ ഒരുപാട് ടാക്സ് ഒക്കെ അടിക്കണല്ലേ, അപ്പൊ പിന്നെ എന്താ പ്രശ്നം? പുരുഷന്മാര് അയ്യോ നിങ്ങൾക്കില്ല അല്ലേ? അല്ല, അന്ന ബസ്സിൽ പോകാറുണ്ടോ? ഞാന് ഫസ്റ്റ് പടം അങ്കമാലി ഡയറീസില് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയിട്ടാ പോയെ. തിരിച്ചു വൈകുന്നേരം ട്രാൻസ്പോർട്ട് ബസ്സിൽ വന്നിട്ട് തിരിച്ചു വന്നേ. സെലിബ്രിറ്റി ആയ ശേഷം പിന്നെ ബസ് ഞങ്ങൾ ഇനോഗ്രേഷനൊക്കെ ബസ്സിൽ കയറി പോയിട്ടുണ്ടല്ലോ ചാരു. ആരും അറിയില്ലാതേ ഉള്ളൂ. മാസ്കും ഷാളും തൊപ്പിയൊക്കെ വെച്ച് ഞാനങ്ങ് ട്രാവൽ ചെയ്ത്. ഞാൻ ട്രെയിനിലാണ് യൂഷ്വലി ട്രാവൽ ചെയ്യാറ്, എനിക്ക് കാർ അത്രയ്ക്ക് പ്രിഫർ ചെയ്യാറില്ല. ഞാൻ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ആരും പ്രതീക്ഷിക്കും. നിങ്ങൾ ട്രെയിനിൽ ഇറങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ആരും എന്നെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളൂ. അതുപോലെ ഞാൻ കവർ ചെയ്ത് ഇറങ്ങി പോയിട്ടുണ്ട്. നേരെ ഒന്നും കാണാണ്ട് ഇനോഗ്രേഷൻ വണ്ടിയാരും കയറി പോകും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി നിങ്ങൾ കണ്ടാലും കിട്ടില്ല. ആരും എന്നാ എടുത്തിട്ട് ഇപ്പൊ വിളിക്കാൻ പറഞ്ഞു. എന്താന്ന് ചോദിക്കുക. പിന്നെ പുതിയ സിനിമ എനിക്ക് അറിയില്ല, ഏതാ റിലീസ് വരാന്ന്. ഒരു തമിഴ് ഒരു മലയാളം റിലീസ് വരുന്നുണ്ട്. തമിഴ് എനിക്കറിയില്ല എപ്പോഴാണ് റിലീസ്. മലയാളം ഓണത്തിനുള്ളതായിരിക്കും. ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയും. നല്ല കഥാപാത്രമാണ്. ഹീറോയിനായിട്ടാണോ? എന്തായിരുന്നു സംശയം? എന്ത് ക്യാരക്ടർ കിട്ടിയാലും അടിപൊളി ക്യാരക്ടർ ആണെങ്കിൽ ഒരു ഓർണമെന്റൽ ഹീറോയിനേക്കാളും നല്ലത് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ അതാണ് സസ്റ്റെയിൻ. ഇനി ഏത് പടം വന്നാലും പക്ഷേ ലിച്ചി എന്നുള്ള ക്യാരക്ടർ ഒരു കാരണവശാലും നിങ്ങൾ ഏതാ ചാനൽ? ജോൺ ബോനായി. അതെനിക്ക് തോന്നിയ എക്സ്പ്രഷനും ഇതും ഞരമ്പൊക്കെ വലിയ ചിന്തിക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ ഇരിക്കുക. മതിയിലൂടെ കണ്ടന്റ്, ഇനി കണ്ടന്റ് വേണോ? പിന്നെ അന്ന ഞാന് ബിഗ് ബോസിലോട്ട് പോകാന്ന് പറയാനായിട്ട്. ഞാനോ? ഞാൻ തന്നെ പറഞ്ഞു വരുത്തിയത്. ഇല്ല, ഇങ്ങനെ ഓഫർ വന്നാൽ സ്വീകരിക്കുമോ? എല്ലാം പ്രാവശ്യം നമുക്ക് എല്ലാ ആർട്ടിസ്റ്റിനും ഇങ്ങനെയൊക്കെ വരും, നമ്മൾ എടുക്കാതിരിക്കണതാ. അവിടെ പോയിട്ട് എങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ എനിക്കറിഞ്ഞൂടാ. എനിക്ക് അത്രയും ക്രൂക്കഡ് മൈൻഡും ഗെയിം മൈൻഡും ഒന്നും ഇല്ല. ഫോൺ യൂസ് ചെയ്യാതിരിക്കാം, അതിപ്പോ വീട്ടിലായാലും അടച്ചു പൂട്ടി വെച്ച് യൂസ് ചെയ്തിരിക്കുക, അങ്ങനെ ചെയ്യാൻ അതൊന്നും അല്ലല്ലോ. നമുക്ക് അതിലൊരു പരസ്പരം ട്രോളിയും ഉപദ്രവിച്ചും ദ്രോഹിച്ചും പോയിന്റ്സ് ഒക്കെ ഉണ്ടാക്കി കരഞ്ഞ് അഭിനയിപ്പിച്ച് കാണാൻ രസമാണ്. അഭിനയിക്കാൻ വലിയ താല്പര്യമില്ല. റിയൽ ആയ ആൾക്കാർക്കൊന്നും പറ്റത്തില്ല. എല്ലാ സീസണും കാണാറുണ്ട് ബിഗ് ബോസ് എല്ലാ സീസണും കാണാറുണ്ട്. ഇങ്ങനെ മൊബൈലിലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നല്ലാണ്ട്. പിന്നെ അന്നയ്ക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ? ഇല്ല. ഇല്ലേ? എന്നാൽ ഇപ്പൊ അമ്മയിൽ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? മോശം. കാരണം സിനിമയിലൊക്കെ വന്നപ്പോഴുള്ള ഒരു മെയിൻ ആഗ്രഹം അമ്മ സംഘടന, അമ്മ എന്നാണ് നമ്മൾ കേട്ട് ചെറുപ്പം മുതലേ ഇവരുടെ ഷോസും ഇവരുടെ ട്രിപ്പും ഇവരുടെ കളിയും ചിരിയും വീഡിയോസും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. സിനിമയിൽ ഫസ്റ്റ് കയറിയപ്പോൾ ആദ്യം ആഗ്രഹിച്ചത് അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ എന്താണെന്ന് ആഗ്രഹിച്ച് 3 സിനിമ കഴിയണം എന്നൊക്കെ. പക്ഷേ ഞാൻ വന്ന കാലഘട്ടം റെഡിയായില്ല. അമ്മ ഒരു ചെറിയ പ്രശ്നങ്ങൾ, ഒരുപാട് പേര് കഷ്ടപ്പെട്ടും അധ്വാനിച്ചും വളർത്തിക്കൊണ്ട് വന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഒരു വളരെ മോശകരമായ അവസ്ഥയിലെത്തിയത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇനിയിപ്പോൾ സ്ത്രീകളാണല്ലോ ഭരിക്കുന്നത്, അപ്പോൾ ഇനി എന്തായാലും കയറാം. അവിടെ ഇത്രയും പ്രോബ്ലം ആകുമ്പോൾ അവിടെ കയറാനായിട്ട് ഇതിലും നല്ലത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പറയല്ലേ.
അത് പ്രയാസമുണ്ട്. കാരണം നമ്മൾ അത്രയും നിങ്ങൾക്കും ഒരു പ്രയാസമല്ലേ, കാരണം നമ്മൾ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന അമ്മ എന്ന് പറഞ്ഞൊരു അസോസിയേഷനെ ഇനി സോർട്ട് ഔട്ടൊക്കെ ചെയ്ത് പ്രോബ്ലം ഒക്കെ മാറ്റി ഒരു സൊല്യൂഷനൊക്കെ കണ്ടുപിടിച്ചിട്ട് ഐക്യത്തോടെ മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ പറയുന്നു. പ്രോപ്പറായ ഒരു ലീഡർഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോയാൽ റെഡിയാവുമായിരിക്കും. ഈ ഒരു ചേഞ്ച് വരുന്നതിന് മുന്നേ അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു. പ്രശ്നങ്ങൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചേരാത്തതിൻ്റെ റീസൺ പ്രത്യേകിച്ച് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ആ എമൗണ്ട് ഞാൻ ഗോൾഡ് മേടിച്ചു, അതിന് പെരട്ടുകയല്ലേ പെൻഷനും കാര്യം. പിന്നെ അത് ഉപകാരമുള്ളവർക്ക് ഒരുപാട് പേര് അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. അപ്പം ആ ഒരു സംഘടന എന്നും നിലനിൽക്കണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. കാരണം എത്ര പേർക്ക് സർജറിയും ഓപ്പറേഷനും പെൻഷൻസൊക്കെ എത്ര നടന്മാർക്കും നടിമാർക്കുമാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അതെന്നും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. കാരണം അതുപോലത്തെ ഒരു അസോസിയേഷൻ നമുക്ക് എന്തായാലും കലാകാരന്മാർക്ക് എന്തായാലും നിർബന്ധമായിട്ട് വേണം. അപ്പം അതിൻ്റെ പ്രോബ്ലംസൊക്കെ സോർട്ട് ചെയ്തിട്ട് നമ്മുടെ പഴയ സൂപ്പർ സ്റ്റാർസൊക്കെ തിരിച്ചു വന്ന് വീണ്ടും അതൊന്ന് ഉഷാറാക്കി അടിപൊളിയാക്കട്ടെ എന്ന് ഞാൻ എൻ്റെ രീതിയിൽ ആഗ്രഹിക്കുന്നു. പിന്നെ ഈഗോയൊക്കെ മാറ്റി, കാരണം ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ഈ കൊറോണ സമയത്തൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സോർട്ട് ഔട്ട് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതേ പറയാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടായെന്നാണ് ലിച്ചിയുടെ ഒരു വിലയിരുത്തൽ? എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ എന്താ, നിങ്ങൾ മീഡിയയിൽ വരുന്ന കഥകളും ന്യൂസുകളും എനിക്കറിയത്തുള്ളൂ. അതിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഓരോരുത്തരുടെ സ്റ്റാൻഡ് പറയുന്നു, അത്രയും ഞാൻ കേൾക്കുന്നു. അപ്പം അതിൽ സംഘടനയിൽ തീർക്കേണ്ട പ്രശ്നങ്ങളായിരിക്കും അത് നേരെ. കാരണം ഏത് അസോസിയേഷനിലും പ്രോബ്ലം ഉണ്ട്. നമ്മൾ മീഡിയ പേഴ്സൺസ് ആയതുകൊണ്ടാണ് എല്ലാവരും അറിഞ്ഞതും അത് ഇത്രയും വലിയ വാർത്ത ചെയ്തും. എല്ലാ അസോസിയേഷനിലും പ്രോബ്ലം ഉണ്ടാവും. അത് പരസ്പരം പറഞ്ഞ് സോർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അത് അവിടുന്ന് അവർക്ക് അവരെ ഇത് കൈവിട്ട് പോയപ്പോഴാണ് അവർ പോലീസ് സ്റ്റേഷനിലും മീഡിയയിലൊക്കെ പറഞ്ഞ് അത് വലിയൊരു വാർത്തയായി. ഞാൻ തന്നെ ഓരോ വാർത്തകളും ഞാൻ എട്ടിപ്പോവുക, അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇത്. അത് പിന്നെ പണ്ടത്തെ കാലഘട്ടമൊന്നും അല്ലല്ലോ, കാലം മാറി. എന്ത് നനങ്ങിയാൽ പോലും ഇപ്പോൾ മീഡിയക്കാരും നിങ്ങൾ എത്തി, ഈ ഒരു ഭാഗത്ത് വരെ എത്തി. അപ്പോൾ എല്ലാവരും എല്ലാം അറിയും. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ കൈകാര്യം ചെയ്താൽ ഇതുപോലത്തെ ഒരു പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കില്ല. ഈ ഭരണസമിതി പിരിച്ചുകൊണ്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതല്ല, ഒരുപാട് പേരെ എലക്ട് ചെയ്ത് എടുത്ത അവരെ വിശ്വസിച്ച് ഏർപ്പാടാക്കിയ ആൾക്കാർ തന്നെയാണല്ലോ. അവർ തന്നെ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് വരട്ടെ എന്നേ പറയാൻ പറ്റും. ഞാൻ ചേരുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം അധികം സിനിമയൊന്നും ഞാൻ ചെയ്യാറില്ല. കൂടുതലും ഇനോഗ്രേഷൻസും വർക്കൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ എനിക്കതിൽ വലിയ ആവശ്യകതയില്ല. ആവശ്യക്കാർ വന്ന് അവർക്കുള്ള ഇതുങ്ങൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ അസോസിയേഷൻ എന്നും നിലനിൽക്കട്ടെ. ഓക്കെ, താങ്ക് യു. അമ്മേനെ പറ്റി ചോദിച്ചതാ. എനിക്ക് കൂടി ഈ പുതിയ മുഖ്യമന്ത്രിയെ പറ്റി എന്താണ് പറയാനുള്ളത്? വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി, ഒരു കൊച്ചിക്കാരൻ. അടിപൊളിയല്ലേ? അദ്ദേഹത്തിന്റെ ചിരി ഒന്ന് ചിരിക്കുമോ? നേരത്തെ ചിരിച്ചായിരുന്നു. അത് അദ്ദേഹം ചിരിച്ചാലേ ആരും നീലക്കുയിലുണ്ടെങ്കിൽ ആരും എഫക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാലാണ് ആൾക്കാർ ആ രീതിയിൽ എടുക്കത്തുള്ളൂ. അത് അടിപൊളി. എന്തായാലും ന്യൂജൻ പിള്ളേർക്ക് ഇനി സൂപ്പറായിട്ട് കാറൊക്കെ മോഡിഫൈ ചെയ്താൽ വലിയ പ്രോബ്ലം ഇല്ല എന്ന് തോന്നണു. നമ്മുടെ വണ്ടിയൊക്കെ അതിൽ മോഡിഫൈ ചെയ്താൽ വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മോഡിഫിക്കേഷൻ നടക്കില്ലെന്നുണ്ട് നടക്കില്ല. റദ്ദാക്കി. നിങ്ങളൊക്കെ ഓവറായിട്ട് അത് സ്പ്രെഡ് ആക്കിയതുകൊണ്ടാ. ബൈക്കിന് പോലും പറ്റില്ല. റീൽ ചെയ്താൽ പോലും ഫൈൻ ഇടും. റീലോ? മോഡിഫൈ ചെയ്ത വണ്ടി റീൽ അക്കൗണ്ട് പൊട്ടിക്കും, അങ്ങനെയൊക്കെ ചെയ്യാൻ. ആണോ? അപ്പൊ എല്ലാരും മോഡിഫൈ ഒന്നും ചെയ്യാണ്ട്. അതെ, ഒരിക്കലും ഇല്ല. ആരാ പറഞ്ഞത്? വണ്ടി മോഡിഫിക്കേഷൻ മാത്രമല്ല ഒരു രാജ്യം അല്ലെങ്കിൽ പുതിയ പിള്ളേർക്ക് അധികം മോഡിഫൈ ചെയ്യേണ്ട. അത് അവരുടെ സേഫ്റ്റിയാണ്. ആദ്യം അവർ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ പഠിക്കട്ടെ. പിന്നെ പെട്ടെന്ന് കളം മാറൂല്ലേ? എന്നാൽ ഇപ്പോൾ പിന്നെ യൂത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു പാർട്ടി പോലെ ഒരു CJ പാർട്ടി, അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? കോക്രോച്ച് പാർട്ടി. ഞാൻ അതിനെപ്പറ്റി ഇല്ല, ഞാൻ ഈയിടെയാണ് അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്തതും ഭയങ്കര വ്യൂസും മില്യൺസും ഒക്കെ കണ്ടത്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ യൂത്ത് ആൾക്കാർ മീഡിയ ഇതൊക്കെ വളർന്ന് വലുതായി. നമുക്ക് തന്നെ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ CM ഓഫ് തമിഴ്നാട് വിജയ് സർ.
ഇത് പെട്ടെന്നാണ് ഒരു 2 വർഷം കൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കി ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്നു. അപ്പം നമ്മുടെ യൂത്തുകാർക്ക് വേണ്ടത് അവരെ ഉണ്ടാക്കാനുള്ള കഴിവും നമ്മുടെ മീഡിയയിൽ നമുക്ക് എന്ത് ഒരു ചാനൽ ഉണ്ടാക്കി ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നല്ലതാവട്ടെ, അവിടെ നിന്ന് അടുത്തൊരു പാർട്ടി ഉണ്ടാവട്ടെ. കോക്രോച്ച് അന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എനിക്കതിനെപ്പറ്റി കൂടുതലും പഠിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്കതിൽ എന്താ ഉള്ള കാര്യമൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ എന്ത് രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് കേരളത്തിൽ വന്നാൽ എനിക്കറിയില്ല, അത് അവർ കേരളത്തിൽ എന്തൊക്കെ കൊണ്ടുവരുമെന്ന് പെട്ടെന്ന് നമ്മൾ അറിയത്തില്ല. തമിഴ്നാട്ടിൽ അതെങ്കിലും ചെയ്യട്ടെ, ചെയ്യുന്നുണ്ട്, എന്നാലും അറിയട്ടെ. എങ്ങനെ വിജയ് ജയിച്ചപ്പം സന്തോഷം ഉണ്ടാക്കുന്നു? അയ്യോ സന്തോഷം ഉണ്ടെന്നോ, ഒരുപാട് സന്തോഷം ഉണ്ടായി. ജോസഫ് വിജയ് എന്ന് അത് കേൾക്കുമ്പോൾ കുളിരല്ലായിരുന്നു. അടിപൊളി. വിളിക്കുകയോ മെസ്സേജ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും? വിളിച്ചായിരുന്നു, മെസ്സേജ് അയച്ചായിരുന്നു, പോരെ. നിങ്ങളെപ്പോലെ ഞാനും നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ചേച്ചി കൂലി ടൂലില്ലേ? കൂലി ടൂലില്ലേ? കൂലി ടൂലാ? ആ ഉണ്ടടാ, ജയിലല്ല കൂലിയല്ലേ? ആ കൂലി ടൂലുണ്ട്. ചുമക്കുന്ന ഷർട്ടൊക്കെ. ചേച്ചിക്ക് ഡൗട്ടായില്ലേ? ചേച്ചിക്ക് ഡൗട്ടായ എന്ത് ജയിലറ കൂലിയാണോ? അറിയില്ല, നീയെല്ലാം പറയണം, ഞാൻ സമ്മതിച്ചു തരണം. തമിഴ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണോ? അത് ഞാൻ പറയാം, എനിക്കറിയില്ലല്ലോ. അഭിനയിച്ചില്ല, പറയില്ലേ? എനിക്കറിയില്ല. ഇപ്പൊ അത് പുറത്ത് പറയാൻ പാടില്ലെന്ന് പറയുന്നത്. ചേച്ചി അതുമില്ലേ, വീടി സാറിന്റെ ഇപ്പൊ ലാലേന്റെ മമ്മൂക്കയുടെയും ഫംഗ്ഷനില് ഒരു അമ്മ വന്ന് കെട്ടിപ്പിടിക്കണ കണ്ടിരുന്നോ വീഡിയോ? ലാലേട്ടനെ കണ്ടു. വീടി സാറ് പണ്ട് വെള്ളപ്പൊക്ക സമയത്ത് രക്ഷിച്ചൊരു അമ്മയായിരുന്നു. അന്ന് സത്യപ്രതിജ്ഞക്കും ആള് വന്നിരുന്നു, രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ച്. ആ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിനെ പറ്റി എന്താ പറയുന്നത്? അല്ല, അത് അങ്ങനത്തെ ഒരു ഗുണമൊക്കെ ഉള്ളതാണല്ലോ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് നമ്മളെല്ലാരും സെലക്ട് ചെയ്ത് അവിടെ എത്തിച്ചത്. അത് സന്തോഷം. വെള്ളപ്പൊക്കത്തിന്റെ സമയല്ലേ അതൊക്കെ. അല്ല ഇപ്പൊ വന്നല്ലേ ലാസ്റ്റ് വീഡിയോയില് കാലഘട്ടം ആലോചിച്ചാ ലാലേട്ട് നിക്കുവാണ്, പക്ഷെ ലാലേനെ കണ്ടില്ല. ഓടി വന്ന് വീടി സാറിനെ കെട്ടിപ്പിടിക്കണം. ആണോ? അത് ഞാൻ കണ്ടില്ല, കണ്ടിട്ട് പറയാം. 27 തീയതി പറയാം. 27 തീയതി നോമിനേഷൻ പഠിച്ചിട്ട് പോവാ. പാട്ടിനെ പറ്റി പഠിച്ചിട്ട് ഞാൻ ഫുൾ സ്റ്റഡി ചെയ്തിട്ട് പറയും. പോസിറ്റീവ് നെഗറ്റീവ് ചേരണ വേണം. നീയാണ് അതിന്റെ അഡ്മിൻ, സത്യം പറ. അന്ന ചേച്ചി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ടോ? 3 വർഷമായി. യൂട്യൂബിലെ സബ്സ്ക്രിപ്ഷൻ അല്ലേ ചോദിച്ചേ? ഇൻസ്റ്റയില് 3 വർഷമായി. ഇൻസ്റ്റയില് സബ്സ്ക്രിപ്ഷൻ 2 ആഴ്ച. അത് നിങ്ങൾ അറിഞ്ഞിട്ട് 2 ആഴ്ച. 3 വർഷമായി. 2023 തുടങ്ങിയതാ. അങ്ങനെ പറപ്പിളിനെ വെട്ടിച്ചല്ലോ അന്ന ചേച്ചി. അതിനായിട്ട് വല്ലത് ഇട്ടിട്ട് വേണ്ടേ? ഞാൻ വെട്ടിക്കാനുള്ള യോഗ്യത ഒന്നും ആയിട്ടില്ല. അങ്ങനെ പറപ്പിളിന്റെ അക്കൗണ്ട് പോയി. എത്ര ലക്ഷം മാസം സബ് ചെയ്യുന്നു? ലക്ഷം അതന്നെ. സോറി, കോടി. ചേച്ചിക്ക് സ്വന്തമായിട്ട് പൈസ ഉള്ള മെഷീൻ വരെയുണ്ട്. ആണോ? ഉണ്ട്. ഇപ്പൊ അമ്മ ഇലയെണ്ണോ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കണ്ടന്റും അവിടെ ഉണ്ടാവില്ല. എല്ലാവരുടെയും വിചാരം എക്സ്ക്ലൂസീവ്. അപ്പൊ എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് പറയുമ്പോൾ ന്യൂസ് റിപ്പോർട്ടർ എന്ത് എക്സ്ക്ലൂസീവായിട്ടാണ് വായിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ടാണല്ലോ അക്കൗണ്ട് പൂട്ടിയത്. അങ്ങനെയുള്ള അക്കൗണ്ടൊക്കെ പൂട്ടും. നമ്മൾ ഇടുന്ന എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ ഞാനിടുന്ന റീൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് ആദ്യം അവിടെ ഇടും. അത് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ റീൽസ് ഇടും. പിന്നെ നമ്മൾ നോർമലായിട്ട് വീട്ടിലിരിക്കുന്ന ഫോട്ടോസും ഹായ് ഹലോ പറയൂ എന്ന സംഭവങ്ങൾ മാത്രമല്ലാണ്ട് ഒരു രീതിയിലുള്ള ഒന്നും അവർ പ്രതീക്ഷിച്ചാലും വരണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് 3 വർഷമായി ഇത് അറിഞ്ഞിട്ട്. നീക്ക് ഈ 2 ആഴ്ചയായിട്ടില്ല അറിഞ്ഞിട്ടില്ലോ. ഇത് 3 വർഷമായി. 3 വർഷമായിട്ട് ഞങ്ങൾ സാലറി ഗുഡ് മോർണിംഗ് അതൊക്കെ പഠിച്ചിട്ടാ അടുത്ത പ്രാവശ്യം. അപ്പൊ ഞാൻ കോക്രോച്ച് പാർട്ടിയും പഠിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അയക്കും. അല്ല അതില് ഗുഡ് മോർണിംഗ് അയക്കുമെന്ന് കിട്ടിയാ? ഗുഡ് മോർണിംഗ്
അല്ല ഇപ്പൊ ഹൗ ആർ യു എന്നൊക്കെ കഴിക്കില്ലേ, അതുപോലെ ഗുഡ് മോർണിംഗ് എന്നുള്ള മറ്റേ കാലത്തിന് വരില്ലേ ഗുഡ് മോർണിംഗ് മെസ്സേജസ് അല്ലേ, അത് കഴിക്കും. ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് നൈറ്റും ഒക്കെ എല്ലാവരും അയക്കുന്നുണ്ടാവും. പിന്നെ ചില ഫേക്ക് പേജസ് എന്ന് വരുന്ന കുറേ പേര് വന്നിട്ട് ഇതിലും നല്ലത് വേറെ യൂട്യൂബ് ചാനൽസിലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. നിങ്ങളെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അവിടെ പോയി കണ്ടാൽ മതിയില്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മുടെ കേരള സംസ്കാരത്തിലെ എല്ലാ നല്ല നല്ല വേർഡ്സും ഉപയോഗിച്ച് പറഞ്ഞു വിടാറുണ്ട്. അത് കാരണം എൻ്റെ മെസ്സേജ് ഒരു അക്കൗണ്ട് ഒരു ദിവസത്തേക്ക് ഡീആക്ടിവേറ്റഡ് ആയി. ഇതുപോലത്തെ കേരളത്തിലെ മനോഹരമായ വാക്കുകൾ യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ട്. ഇല്ല, അതിനൊക്കെ ടീമുണ്ട്, ടീം റീക്രിയേറ്റ് ചെയ്തോളൂ, നീ അയച്ചാൽ മതി. അപ്പൊ അന്നയല്ല അതൊക്കെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മെസ്സേജസ് തന്നെ വായിച്ചാൽ മതി. നിങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് നമ്മൾ നാട്ടുകാർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് പഠിക്കുക. പോരെ ഇത്രയും